സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനെതിരെ ആഞ്ഞടിച്ച് റാപ്പർ വേടന് പോലും അവാർഡ് നൽകിയെന്ന മന്ത്രിയുടെ പരാമർശം അപമാനിക്കുന്നതിന് തുല്യമാണ്. മന്ത്രിക്ക് പാട്ടിലൂടെ മറുപടി നൽകും. പുരസ്കാരം രാഷ്ട്രീയ പിന്തുണയുടെ ഭാഗമായല്ലെന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയിലും അംഗമല്ലെന്നും വേടൻ പറഞ്ഞു. പുള്ളിക്കാരനോട് തന്നെ ചോദിക്കണം, ഞാൻ അതിൽ എന്തെങ്കിലും കമന്റ് ചെയ്തിട്ട് ആവശ്യമില്ലാത്ത വള്ളി കയറി പിടിക്കുന്നില്ല. ഞാൻ 31 വർഷമായിട്ട് കേരളത്തിലാണ് ജീവിക്കുന്നത്. ഞാൻ പാട്ടിലൂടെ പ്രതികരിക്കുമല്ലോ, പാട്ടാണല്ലോ എൻ്റെ മാധ്യമം. പാട്ടിലൂടെ പ്രതികരിച്ചിരിക്കും. കേരളത്തിൽ നിലനിൽക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ ഏതെങ്കിലും ഐഡിയോളജിയിൽ പ്രവർത്തിക്കുന്ന ഒരാളെ അല്ല. എനിക്ക് അവാർഡ് കിട്ടിയാൽ ഒരു രാഷ്ട്രീയമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എൻ്റെ കലയ്ക്ക് കിട്ടിയതിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. സായ്കുമാർ ചേരുന്നു. സായ്കുമാർ, സാംസ്കാരിക മന്ത്രിയുടെ ആ വേടന് പോലും പരാമർശം, അതിനുശേഷം സമൂഹ മാധ്യമങ്ങൾ അടക്കം ചോദിക്കുകയായിരുന്നു, എന്താണ് ഈ വേടന് പോലും? വേടനും ഇതിൽ പ്രതികരിച്ചിരിക്കുന്നു. എന്താണ് പ്രതികരണം? തീർച്ചയായും റോഷ്നി, കഴിഞ്ഞ ദിവസമാണ് ഈ അവാർഡുമായി ബന്ധപ്പെട്ടുയർന്ന വലിയ പ്രതിഷേധങ്ങളെ, വിവാദങ്ങളെയൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടി തങ്ങളുടെ സർക്കാർ വേടന് പോലും അവാർഡ് നൽകി എന്ന ഒരു വാക്ക് പ്രസംഗത്തിനിടെ മന്ത്രി സജി ചെറിയാൻ ഉപയോഗിച്ചത്. അത് വിവാദമായപ്പോൾ തന്നെ മന്ത്രി അത് തിരുത്തിയിരുന്നു, അത് വളച്ചൊടിക്കരുത് എന്ന് പറയുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് വേടൻ ദുബായിൽ വെച്ചാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത്. മാധ്യമങ്ങളുടെ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടി അത് തന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഇതിനുള്ള മറുപടി താൻ പാട്ടിലൂടെ നൽകും, പാട്ടാണല്ലോ തൻ്റെ ആയുധം എന്ന് പറഞ്ഞ അതിലുള്ള പ്രതികരണം അദ്ദേഹം അവസാനിപ്പിക്കുകയാണ്. അതോടൊപ്പം ഈ വേടൻ അവാർഡ് നൽകിയതിനെതിരെയും വലിയ വിമർശനങ്ങളുണ്ട്. പക്ഷേ അതിനോടൊന്നും താൻ പ്രതികരണത്തിന് തയ്യാറാകുന്നില്ല. എന്തായാലും തനിക്ക് കിട്ടിയ പുരസ്കാരം അത് വലിയ അംഗീകാരമായി കാണുകയാണ്. താൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും അംഗമല്ല. അങ്ങനെ ഒരു രാഷ്ട്രീയ പിൻബലത്തിന്റെ പേരിലാണ് തനിക്ക് പുരസ്കാരം കിട്ടിയത് എന്ന് പറയുന്നവരോടൊന്നും പ്രതികരിക്കാൻ താനില്ല. ഈ പുരസ്കാരം കിട്ടിയതിൽ താൻ അഭിമാനം കൊള്ളുന്നു. എന്തായാലും മന്ത്രിയുടെ വാക്കുകൾ തന്നെ വേദനിപ്പിച്ചു എന്ന് പരസ്യമായി തന്നെ തുറന്ന് പറയുകയാണ് വേടൻ ചെയ്യുന്നത്. അതോടൊപ്പം റോഷ്നി, വേടന് അവാർഡ് നൽകിയതിനെതിരായിട്ടുള്ള വിമർശനങ്ങൾ ഇന്നും ഉണ്ടായിട്ടുണ്ട്. ചലച്ചിത്ര മേഖലയിലെ തന്നെ WCCയുടെ പ്രധാനപ്പെട്ട മുഖമായ ദീദി ദാമോദരനാണ് ഇന്ന് പരസ്യമായി വേടന് പുരസ്കാരം നൽകിയതിനെതിരെ കടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിച്ചത്. വേടന്റെ പാട്ടുകളൊക്കെ മികച്ചതാണ്, പക്ഷേ വേടന് പുരസ്കാരം നൽകുന്നത് സ്ത്രീ പീഡകരെ തുറുങ്കിലടയ്ക്കും, അല്ലെങ്കിൽ അവർക്ക് തിരിച്ചടി നൽകും എന്ന് പറയുന്ന സർക്കാർ നൽകിയ വാക്ക് ലംഘിക്കുന്നതിന് തുല്യമാണ് എന്നും പറയുന്നു. കേരളത്തോട് കേരള സർക്കാർ ഈ ചെയ്ത ഈ അന്യായത്തിന് മാപ്പ് പറയണം എന്നതടക്കമുള്ള ആവശ്യങ്ങളാണ് അവർ ഇന്ന് ഫേസ്ബുക്കിൽ കുറിച്ചത്. അങ്ങനെ ഈ വിവാദം ഇന്നും ഇതുപോലെ തന്നെ തുടരുകയാണ്. ദീദി ദാമോദരന്റെ ആ വിഷയം നമുക്ക് വിശദമായി പറഞ്ഞാൽ, ഈ വേടന് മികച്ച ഗാനരചയിതാവിനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നൽകിയതിനെതിരെയാണ് വിമർശനവുമായി ദീദി ദാമോദരൻ വന്നത്. വേടന്റെ പാട്ട് മികച്ചതാണ്, എന്നാൽ സ്ത്രീ പീഡകരെ സംരക്ഷിക്കില്ലെന്ന സർക്കാരിന്റെ നയപ്രഖ്യാപനത്തിനെതിരെയാണ് ജൂറിയുടെ തീരുമാനമെന്നാണ് ദീദി ദാമോദരൻ പറഞ്ഞത്. സായ്കുമാർ തുടരുകയാണ്. സായ്കുമാർ, ഈ ഇപ്പോൾ നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ള പുരസ്കാരങ്ങൾക്കൊക്കെ പിന്നാലെ തന്നെ പല വിവാദങ്ങൾ ഇങ്ങനെ പൊട്ടിപ്പുറപ്പെടുന്നത് നമ്മൾ കണ്ടു. അതിൽ ഈ വേടനെ ചൊല്ലിയുള്ള വിവാദം, അതിലിപ്പോൾ WCCയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു സ്ത്രീ തന്നെ ഇത്തരത്തിലൊരു അഭിപ്രായ പ്രകടനം നടക്കുമ്പോൾ സർക്കാർ എങ്ങനെയാണ്, സാംസ്കാരിക വകുപ്പ് അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത്തരം പ്രതികരണങ്ങളൊന്നും പിന്നീട് വന്നിട്ടില്ലല്ലോ അല്ലേ? ഇല്ല, പിന്നീട് അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. വേടന്റെ കലാമൂല്യമുള്ള പാട്ട്, അത് വേടൻ എഴുതി പാടിയ പാട്ട് തന്നെയാണ്. അതിൽ മികച്ച ഗാനരചയിതാവ് എന്ന വിഭാഗത്തിലാണ് വേടന് പുരസ്കാരം നൽകിയിട്ടുള്ളത്. അതിന് വേടൻ അർഹനാണ് എന്ന് തന്നെയാണ് സർക്കാർ ഇപ്പോഴും പറയുന്നത്. ആ കലാമൂല്യമുള്ള പാട്ട് പ്രത്യേക ജൂറി വിലയിരുത്തി തന്നെയാണ് വേടന് പുരസ്കാരം നൽകിയിട്ടുള്ളത്. അത് ആ നൽകിയ നിലപാടിൽ സർക്കാർ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് മന്ത്രിയുടെ അടക്കം പ്രതികരണത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. വേടന്റെ ഉള്ള കേസ്, പീഡന പരാതി നിലനിൽക്കുന്ന സമയത്ത് വേടന് പുരസ്കാരം നൽകിയതിനെയാണ് ഇപ്പോൾ ദീദി ദാമോദരനടക്കം വിമർശിക്കുകയും ചെയ്യുന്നത്. അവർ വേടന്റെ വരികളെ അല്ലെങ്കിൽ വേടന്റെ പാട്ടിനെ കുറ്റം പറയുന്നില്ല, അത് മികച്ച കവിത തന്നെയാണ്. പക്ഷേ വേടനെതിരായിട്ടുള്ള പരാതിയും കേസും നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ പുരസ്കാരം ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന ഒരു പ്രതികരണമാണ് ദീദി ദാമോദരൻ ഇപ്പോൾ നടത്തുകയും ചെയ്യുന്നത്. ശരി, സായ്കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.